കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുനിതയാണെങ്കിൽ തിരിച്ച് ഹസ്ബൻഡിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് യാത്ര പറയുകയാണ്. യാത്ര പറയുമ്പം ഒരു സങ്കടഭാവവും ഇല്ലാത്തതുപോലെയാണ് സുനിതയുടെ നിപ്പ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ജീവിതത്തിലുണ്ടായത് ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതെല്ലാം അവളുടെ അമ്മയും അച്ഛനും കൂടെയാണ്. എന്ന് വെച്ചാൽ അവർ ഭാവി കണ്ടെത്താൻ വേണ്ടി അവർ തന്നെ കണ്ടെത്തിയ ഒരാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന ഒരു തീരുമാനമായിരുന്നു സുനിതയുടെ അച്ഛനും അമ്മയ്ക്കും. അതുപോലെ നടത്തി തന്നെയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്തെന്നാലും അവൾക്കൊരു സന്തോഷമെന്ന് പറയാൻ ഇല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ആ സുഭാഷിനെ ഇഷ്ടപ്പെട്ടു എങ്കിലും പുതിയ ജീവിതത്തോട് പോയെങ്കിലും സുഭാഷിനെ കുറിച്ചൊരു ചിന്തകളാണ് ഇപ്പോഴും അവളിൽ നിന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഭാഷിൻ്റെ വീട്ടിലൊക്കെ പോയി വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവിടെ യാത്ര പറഞ്ഞ് എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മ വലിയച്ഛനും എല്ലാവരൊക്കെ ഉണ്ട്. യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മയടുത്ത് പറയുക, നിങ്ങളെന്തിനാണ് ഇനി വിഷമിക്കുന്നത്? നിങ്ങളെ ആഗ്രഹം പോലെ തന്നെ കല്യാണം നടന്നല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എനിക്കതിൽ സങ്കടവുമില്ല. ഇനി എൻ്റെ കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് അന്വേഷിക്കുകയോ പറയുകയോ ചെയ്യരുത്. എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം എന്ന് സുനിത അമ്മയടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രത്തോളം വൈരാഗ്യം നിനക്കുണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഈ വലിയൊരു മാറ്റത്തിന് കാരണം അമ്മ തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം അമ്മയും അച്ഛനും തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കുകയും ചെയ്തു. ഇനി എൻ്റെ കൂടുതൽ ഭരിക്കാനൊന്നും നിങ്ങൾ വരണ്ട, എൻ്റെ കാര്യം അന്വേഷിക്കാനും. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുക എല്ലാവരും കൂടി. അങ്ങനെ സുനിതയാണെങ്കിൽ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സുഭാഷിൻ്റെ വീട്ടിലാണെങ്കിൽ നിധിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി സുധീഷിൻ്റെ കൂടെ ഇറങ്ങാൻ നിൽക്കുക. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും സുധീഷിൻ്റെ പറയുക, എന്തായാലും ആ ഓസ്ട്രേലിയക്കാരനെ കല്യാണം കഴിച്ച് സെറ്റിലാവണേക്കാളും ഇപ്പോൾ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ? ഒരു ജോലിയൊക്കെ അതിന് വേണ്ടിയായിരിക്കും, ഈ നല്ലതിന് വേണ്ടിയായിരിക്കും ഇതൊക്കെ മാറിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സതീഷ് പറയുന്നുണ്ട്, അതെ അതെ അങ്ങനെ തന്നെയാണ്, നീ വിഷമിക്കുകയൊന്നും വേണ്ട. എന്തായാലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ഞാൻ സംഘടിപ്പിച്ച് തന്നില്ലേ? ഞാനോ എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയില്ലേ? എന്തായാലും പറയാനൊരാൾ വേണമല്ലോ. എന്തായാലും ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക സുധീഷും നിധിയുമായിട്ട്. അങ്ങനെ നിധി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി അവിടെയും ആ ജോലിസ്ഥലവും. അതുപോലെ തന്നെ എനിക്ക് സന്തോഷമാകുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട്. ആ ഒരു ജോലി, ആ ജോലിയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് കേട്ട് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാ രീതിയിലും തളർന്നു നിൽക്കുക സുനിതയും എല്ലാവരും. സുനിതയുടെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, എന്തായാലും നീ പോവുകയല്ലേ? ഇനി എന്നാ നീ ഇങ്ങോട്ട് വരുന്നത്? ഇനി എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ അവിടെ എല്ലായിടും നിൽക്കുമ്പോഴത്തേക്കും യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്യുകയാണ്. നിധിയാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി എല്ലാ സജ്ജീകരണത്തോടെ നിൽക്കുകയാണ്. കാര്യം അവൾക്ക് ഒരു ജോലിയിൽ വളരെ സന്തോഷമായി സുധീഷിൻ്റെ അടുത്ത് അത് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും നീ സുഭാഷിൻ്റെ കല്യാണം എന്നൊരു ചിന്തയെ നമുക്കുള്ളൂ, അത് നമുക്ക് പെട്ടെന്ന് നടത്തണം. എന്തായാലും നിൻ്റെ കാര്യം നടന്നല്ലോ, എല്ലാം തനിയെ നടന്നോളും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട് നിധിയെടുത്ത്. അങ്ങനെ ഓഫീസിൻ്റെ അവിടെ കൊണ്ട് നിർത്തുക സുധീഷ്. അവിടെ പോയപ്പോഴത്തേക്കും വലിയ പ്രതീക്ഷയോടെ സന്തോഷത്തോടെയും കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും കാണണം എന്നൊക്കെ ഉണ്ട്. എന്നാലും ആദ്യം കാണേണ്ടത് ആ ജോലി ചെയ്ത സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ആളെ ആയിരുന്നു. അതിനു വേണ്ടി ഓഫീസിലോട്ട് കയറി പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരാളിങ്ങനെ വന്നിറങ്ങുകയാണ്. അത് ആരാന്ന് വെച്ചാൽ നിധിയെ കല്യാണം കഴിക്കാൻ ആദ്യം ചോദിച്ച സൂര്യയാണ്. ആ സൂര്യയുടെ ഓഫീസിലേക്കാണ് നിധിക്ക് ജോലി കിട്ടിയത്. അങ്ങനെ നിധി അവിടെ വന്ന് ഇരിക്കുകയാണ്. അതിനുശേഷം വണ്ടിയിൽ സൂര്യ വരുന്നുണ്ട്. സൂര്യ വന്നിറങ്ങി നേരെ വന്ന് ഓഫീസിൽ അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് സൂര്യയാണ് നിധി. അപ്പോഴത്തേക്കും നിധി ചോദിക്കുന്നുണ്ട്,
മിണ്ടാതെ നിൽക്കുക, എന്ത് ചെയ്യണം എന്നറിയാതെ, എന്ത് പറയണം എന്നറിയാതെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് സൂര്യ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് സൂര്യയായിരുന്നു. സൂര്യ കണ്ടതും അതിശയത്തോടെ ഇങ്ങനെ നോക്കുക നിധി. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, ഞാനങ്ങ് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയെന്നോ, അതോ വേറെ എന്തെങ്കിലും ജോലി കിട്ടി അവൻ്റെ കാര്യം നോക്കി പോയെന്ന് വിചാരിച്ചോ? അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ പറയുന്നത്, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ്. അങ്ങനെ സൂര്യയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നീ പോയല്ലേ, ഇപ്പോൾ അവിടെ ദാരിദ്ര്യമൊക്കെ പിടിച്ചോ, അതാണോ നിൻ്റെ ജോലിക്ക് ആവശ്യത്തിന് നീ വീണ്ടും ഇവിടത്തേക്ക് വന്നത്? അപ്പോഴത്തേക്കും നിധി എല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഞാനും ഇനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ഭാവിയത് ചിരിയുണ്ട്, കളിയുണ്ട്. പക്ഷേ നമുക്കാണെങ്കിൽ എന്താ ഉള്ള ഒരു സന്തോഷത്തിൽ ഒന്നുമില്ലാതായിപ്പോയില്ലേ, അതുപോലെയാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് സൂര്യ നിധിയെടുത്ത് പറയുന്നുണ്ട്.